ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ കടലക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും കടലക്കറി ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ നമുക്കും അറിയാം അല്ലേ? പിന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടോ, ഇവർക്ക് എന്തിൻ്റെ ഭ്രാന്താണ് ഒരു കടലക്കറിയും കൊണ്ട് റെസിപ്പിയും കൊണ്ട് വന്നേക്കുന്നതെന്ന്. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലായിരിക്കത്തില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റൈൽ. അപ്പം ആ ഒരു സ്റ്റൈല് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ കടലക്കറിക്ക് എന്താണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഇതിനകത്തായിട്ട് ആകെ വേണ്ടതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1-2 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പാന് ചൂടാക്കി കടുക് പൊട്ടുമ്പോഴത്തേക്കിന് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തുള്ള ടേസ്റ്റ് ഇടുന്നുണ്ട്. ഇതിഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കിന് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനാണെങ്കിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം മസാലയൊക്കെ ഇട്ടതിന് ശേഷമായിരുന്നു ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ക്വിക്ക് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക, തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്രാവശ്യം ഞാൻ മസാലയൊക്കെ ഇടുന്നത്. മസാല ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ഗരം മസാല ഇടുന്നുണ്ട്. അതൊക്കെ അവനവൻ്റെ എരിവിനനുസരിച്ച് ഞാൻ ഓരോ ടീസ്പൂൺ വീതമാണ് ഇടുന്നത്. ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഇടുന്നത്. പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ എരിവധികം വേണ്ടാത്തവർ അതിനനുസരിച്ച് കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഞാനിടുന്നത് ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ആക്ച്വലി നല്ലതാണ്. നമ്മൾ കടലക്കറിക്കൊക്കെ ഇട്ടാൽ ഇത് സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ടാവും. പലർക്കും അത് അറിയത്തില്ല, എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. മസാല അതുപോലെ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമേ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാവൂ. പലർക്കും ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയൊന്നും വഴലില്ല. ചിലർ കുക്കറിനകത്തിട്ട് ഈ ഉള്ളിയൊക്കെ ഇട്ടങ്ങ് ഒരൊറ്റ അടി അടിക്കും. അപ്പോഴൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കടലക്കറിക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഉള്ളി വഴലുന്നതും നമ്മുടെ കുക്കറിനകത്തിട്ട് വേവിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഞാൻ കുക്കറിനകത്തിട്ട് ഉണ്ടാക്കാറില്ല. അതിന് നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിന്. ഉള്ളിയൊക്കെ അളിഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അതിന് ശേഷം ഓക്കെ, അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇതെല്ലാം ഏകദേശം വഴണ്ടി വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ എന്ത് ചെയ്യുക, കുറച്ച് കടല വേവിച്ച് വെച്ചേക്കുന്ന കുറച്ച് കടല എടുത്തിട്ട് മിക്സിയിട്ട് ജാറിനകത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലക്കറിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാവും കിട്ടും. കടലക്കറിക്ക് കൊഴുപ്പ് വേണ്ട എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് കടലക്കറി കുറച്ച് കൊഴുത്തിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക. എന്താ, കടലക്കറി വേവിച്ച് വെച്ചതിനകത്ത് കടല വേവിച്ച് വെച്ചതിനകത്ത് കുറച്ച് വെള്ളം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. ഉപ്പിടുമ്പോഴും ചിന്തിക്കുക, നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയ്ക്കകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് അതിനനുസരിച്ചിടുക. എന്നിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ കൊടുക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ സിമ്മിലാക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ സ്റ്റൗവിലിരിക്കട്ടെ. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കുറുകും. അതിന് ശേഷം നമുക്ക് മല്ലിയില ആവശ്യത്തിന് ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് വെക്കാം. അതിനുശേഷം മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കുറച്ചിട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാൻ അത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടിട്ട് ഞാനത് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാറുണ്ട്. അപ്പം കുറച്ചുകൂടെ ഒരു ഫ്ലേവർ ഇറങ്ങും. നിങ്ങൾക്ക് പച്ചയായിട്ട് ഇട്ടാൽ മതിയെങ്കിൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്തിട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ കടലക്കറി ഉണ്ടാവുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കയറി കാണുക. ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സോസ് പാസ്തയുടെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ബേബിക്കറിൻ്റെ കുറേ റിവ്യൂസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ ഗൈസ്.